അപ്പോൾ എല്ലാവർക്കും നല്ല ബിഗ് ബോസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മോഹൻലാലിൻ്റെ ഒരു എൻട്രി ആയിരുന്നു. മോഹൻലാൽ വന്നിട്ട് ഇന്ന് മദേഴ്സ് ഡേനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓരോരോ കണ്ടസ്റ്റൻസിൻ്റെ അമ്മമാർ വന്നിട്ട് നമ്മളെ വീഡിയോയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോരോ ടീമിനെ കുറിച്ചിട്ട് നമ്മൾ അവരുടെ അമ്മമാരെ അവരെക്കുറിച്ച് എന്താണ് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ഇതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിലെടുത്ത് പറയേണ്ടത് നമ്മൾ അഭിഷേകിൻ്റെ ഒരു സ്പീച്ചായിരുന്നു. ലെറ്റർ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതുക എന്നുള്ള സംഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും ലെറ്റർ എഴുതി, ചില ആൾക്കാർ ലെറ്റർ ചുരുക്കി എഴുതി. അതിൽ അഭിഷേകിൻ്റെ ലെറ്ററിൽ അമ്മ ചെറുപ്പത്തിൽ 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടനൊക്കെ കുറച്ച് എല്ലാവരും ഒന്ന് സങ്കടപ്പെട്ടു. അൻഷിബ അങ്ങനെയുള്ള കുറച്ച് ടീമൊക്കെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പോയി. ഓരോരോ ആൾക്കാരോടും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളെന്തൊക്കെ ചോദിച്ചു. അങ്ങനത്തെ ഒരു സീനിൽ അതിങ്ങനെ പോവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചുംബന ഗെയിം. അതിൽ ചുംബന ഗെയിമിൽ ഡെൻ ടീം വിജയിച്ചു. അവർക്ക് ചെറിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ശ്രീരേഖ പുറത്താകുന്ന ഇതായിരുന്നു. ശ്രീരേഖക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു ശ്രീരേഖ പോകുന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ശ്രീരേഖയാണ് പുറത്ത് പോയിട്ടുള്ളത്. പിന്നെ ഈ സായി ലെറ്റർ വായിച്ചതിൽ സായി എന്താ പറയുക, ഞാൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഒരു ചെറിയൊരു ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി. ഞാനൊരു അഹങ്കാരമുള്ളൊരു വ്യക്തിയാണ്, പിന്നെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായി. എനിക്ക് അമ്മയെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കൂടുതലൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു പുതിയൊരാളായി, ഞാനൊരു അഹങ്കാരമുള്ളൊരു വ്യക്തിയായിരുന്നു, അതാണ് ഇതാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അടുത്ത് വന്നത്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ജീവിതത്തിലേക്ക് ഒരു മാറ്റം സംഭവിച്ചത്. അതാണ് ഞാനിനി നല്ല രീതിയിൽ ജീവിക്കുന്നുള്ള രീതിയിലാണ് സായി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ശ്രീരേഖ പോകുമ്പോൾ നമ്മളെ ജിൻഡോ നന്ദന ജിൻഡോ ചേട്ടൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദന അതേമാതിരി കുറേ ഉമ്മയൊക്കെ കൊടുത്തു. ചില ആൾക്കാർക്ക് വലിയ റിലേറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് വിഷമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ശ്രീരേഖനെ യാത്രയാക്കി.